വിളിക്കുന്നവർക്ക് നീതിപൂർവ്വങ്ങളുടെ ദൈവമായ കർത്താവേ, ഏകസ്വരത്തിൽ നിന്നോട് യാചിക്കുന്ന ഞങ്ങൾക്ക് വിശുദ്ധ ചുമത്താൽ ഐക്യത്തോടുകൂടി സമാധാനം കൊടുക്കുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ വിചാരം പരിശുദ്ധാത്മാവിനെ ഇപ്പോഴും എല്ലാ സമയത്തും നയിക്കും. സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വർഷത്തും ദൈവമായ ജീവിതത്താൽ നമ്മൾ സമാധാനം കൊടുക്കണം. കർത്താവെ, സകല ഭിന്നതകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിന്റെ സ്നേഹബന്ധത്താൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. നിന്റെ മുമ്പാകെ കുനിഞ്ഞു നിൽക്കുന്ന ഞങ്ങൾക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ അയച്ചു തരണമേ. തന്മൂലം ഞങ്ങൾ നിന്റെ സത്യാരാധകരും നിന്റെ ശാശ്വത നന്മകളിൽ പങ്കാളികളുമായി തീരുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഇല്ലായ്മയിൽ ദുരിതമനുഭവിക്കുന്ന ഞങ്ങളെ നിന്റെ ദൈവിക ദാനങ്ങളക്ഷണമേ. പിതാവായ ദൈവമേ, നിന്റെ ഏകജാതനെ പരിശുദ്ധാത്മാവിന്റെ മഹത്വത്തെ പ്രഖ്യാപിക്കുന്ന വിശുദ്ധ ജനോ രക്ഷിക്കപ്പെട്ട സമൂഹമായി ഞങ്ങളെ ആക്കി തീർക്കണമേ. സകലത്തിന്റെ മുടിവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും വർദ്ധപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ിക്കുന്ന മഹോന്നതങ്ങളായിരിക്കണം. നമുക്ക് സ്തോത്രം ചെയ്യാം. അശരീരികളായ സകല സ്വകീയ സൈന്യങ്ങളും അഗ്നിമയന്മാരും തേജോധാരികളുമായ സേനാവ്യൂഹങ്ങളും ശക്തന്മാരായ തോപ്യന്മാരുടെ ജനിക്കുന്ന സംഘങ്ങളും ചിറകടിച്ചു നിന്നുകൊണ്ട് സ്തുതിക്കുന്ന സ്തോപ്യന്മാരുടെ ഭയങ്കര നിരകളും നിന്റെ മഹിമ പ്രതാപത്തെ സ്തുതിച്ച് ഇപ്രകാരം ഉദ്ഘോഷിക്കുന്നു. പരിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. കുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്ത്രീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. വാങ്ങി ഭക്ഷിക്കുന്നീ, ഇത് എന്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചന നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരമത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായമെടുത്ത് സ്തോത്രം ചെയ്തു. ജീവ
മനുഷ്യരാതന്റെ വിശുദ്ധാത്രീഹന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങിയത് പാലം ചെയ്തി. ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിന് ജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കാൽ നിങ്ങൾ അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുക്കുന്ന മരണത്തെ പുനരുത്ഥാനത്തെ ഞാൻ വരുന്നവരെ അനുസ്മരിക്കുകയും ചെയ്യുകയും കർത്താവേ, ഞങ്ങളുടെ രക്ഷാകരമായതിന്റെ വരവിനെയും പ്രതിഫലം കൊടുക്കുന്ന പുനരാഗമനത്തെയും ഓർമ്മിക്കുകയും കർത്താവായ നിനക്ക് സ്തുതി അർപ്പിച്ചുകൊണ്ട് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നീതിപൂർണമായ നിന്റെ വിധിയുടെ അന്ത്യദിവസത്തിൽ ഞങ്ങളുടെ പാപനിമിത്തം ഞങ്ങൾ അഗ്നിക്കിരയായി തീരരുതേ. അഗ്നിസമുദ്രത്തിൽ പോകുന്നതിനോ അതിൻ്റെ അലകളാൽ മർദ്ദിക്കപ്പെടുന്നതിനോ ഞങ്ങൾക്കിടയാകരുത്. ഞങ്ങളുടെ നെടുവീർപ്പിന് അവകാശികളും ദണ്ഡനങ്ങൾക്ക് വിധേയരുമാക്കി തീർക്കരുത്. ഞങ്ങൾ അന്ധകാരവാസികളോ ഉൾക്കണ്ഠ നിറഞ്ഞവരോ ഭയങ്കര സ്ഥലങ്ങളിൽ വസിക്കുന്നവരോ നിന്റെ രാജ്യത്തിന് അന്യരോ നിന്റെ ഉപവാസത്തിന് നിരാകരിക്കപ്പെട്ടവരോ ആയിത്തീരരുത്. പിന്നെയോ ഞങ്ങൾ നിന്റെ മേശയ്ക്കിരിക്കുന്ന അതിഥികളോടും നിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരോടും കൂടെ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഇവയ്ക്ക് വേണ്ടി നിന്റെ സഭയും ഇടവകയും നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവ്വം അപേക്ഷിക്കുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ സകലത്തിന് വേണ്ടിയും കാരുണ്യവാനാഥനെ സ്തോത്രം ചെയ്യുന്നു. ഭക്തിജനകവുമാവുന്നു. നിങ്ങൾ ഭയത്തോടും കൂടി പ്രാർത്ഥിച്ച് എന്നോട് തിരുമരുളണമേ. കർത്താവേ, എന്നോട് തിരുമരുളണമേ. കർത്താവേ, എന്നോട് തിരുമരുളി ദയവായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും വിശ്വാസബദ്ധമായ ധാജ്ഞാനവും ദൈവഭയത്തിൽ ജീവിക്കുന്നതിനുള്ള സുത്യർഹമായ ജീവനുള്ള ഓഹരിയെ നൽകണമേ. ഞങ്ങൾ നിനക്ക് ദേവജാതിന് പരിശുദ്ധാത്മാവിന് ഇപ്പോഴും എല്ലാ സമയത്തും സമർപ്പിക്കും. പ്രത്യേകിച്ച് നമ്മുടെ പരിപാടി